കാനനവാസക്കാലത്ത് യുധിഷ്ഠിരൻ ഉറക്കമില്ലായിരുന്നു. ഭീഷ്മർ, ദ്രോണർ, കർണൻ, കൃപർ, അശ്വത്ഥാമാവ് എന്നിവരെ എങ്ങനെ ജയിക്കാനാകുമെന്ന കാര്യത്തിൽ മനസ്സിൽ തോന്നിയിരുന്ന അവ്യക്തത യുധിഷ്ഠിരനെ ഭയപ്പെടുത്തിയിരുന്നു. തൻ്റെ കുറ്റം കൊണ്ടാണ് രാജ്യശ്രീ നഷ്ടമായതും കഠിന ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വന്നതും എന്ന ബോധം യുധിഷ്ഠിര ദുഃഖത്തെ കൂടുതൽ കഠിനമാക്കി. ഇതിനെന്താണ് പരിഹാരമെന്ന് ദ്വൈതവനവാസത്തിൻ്റെ അവസാനത്തിൽ വ്യാസനോട് തന്നെ ചോദിച്ചു. രാജസൂയ വിജയലഹരിയിൽ മുങ്ങിയിരിക്കുമ്പോഴാണ് 13 ആണ്ട് കഴിയുമ്പോൾ യുധിഷ്ഠിരൻ്റെ പിഴവ് മൂലം ഇതെല്ലാം നശിക്കുമെന്ന് വ്യാസൻ പറഞ്ഞത്. താൻ അനുഭവിക്കുന്ന ദുർവിധിക്ക് എന്ത് പരിഹാരമെന്ന് ചോദിച്ചപ്പോഴാണ് വനവാസവും അജ്ഞാതവാസവും കഴിയുമ്പോൾ രാജശ്രീ തിരികെ ലഭിക്കുമെന്നും അതിനുവേണ്ടി യത്നിക്കണമെന്നും വ്യാസൻ ഉപദേശിച്ചത്. ഇക്കാര്യങ്ങൾ സുസാധ്യമാക്കുന്നതിനു വേണ്ടി പ്രതിസ്മൃതി എന്ന വിദ്യ വ്യാസൻ ഉപദേശിക്കുകയും ചെയ്തു. മാത്രമല്ല, മഹേന്ദ്രൻ, രുദ്രൻ, വരുണൻ, കുബേരൻ, യമൻ എന്നിവരിൽ നിന്നും ദിവ്യാസ്ത്രങ്ങൾ നേടണമെന്നും വ്യാസൻ പറഞ്ഞിരുന്നു. വ്യാസൻ തന്നെയാണ് ഒരു സ്ഥലത്തും സ്ഥിരമായി താമസിക്കരുതെന്ന് യുധിഷ്ഠിരനെ ഉപദേശിച്ചത്. കാരണം സ്ഥിരതാമസം ആ പ്രദേശത്തെ ജന്തുസഞ്ചയത്തെ ഉന്മൂലനം ചെയ്യും. ഈ ഉപദേശം സ്വീകരിച്ചുകൊണ്ടാണ് സരസ്വതീ നദീതീരത്തുള്ള കാമാഖ്യ വനത്തിലേക്ക് പാണ്ഡവർ താമസം മാറ്റിയത്. കാമാഖ്യ വനത്തിൽ വെച്ച് ഒരു വിജന സ്ഥലത്തേക്ക് അർജുനനെ കൂടെ കൊണ്ടുപോയി അനുനയത്തോടെ യുധിഷ്ഠിരൻ കാര്യം പറഞ്ഞു. അപ്പോഴത്തെ അവസ്ഥയിൽ ഭീഷ്മർ, ദ്രോണർ, കൃപർ, കർണൻ, അശ്വത്ഥാമാവ് എന്നിവർ സംരക്ഷണത്തോടെ നേതൃത്വം നൽകുന്ന കൗരവ സൈന്യത്തെ ജയിക്കുക പാണ്ഡവർക്ക് ഹിമാലയ പ്രയത്നം തന്നെയാണ്. വിജയം നേടണമെങ്കിൽ ദിവ്യശക്തിയുള്ള ആയുധങ്ങൾ സംഭരിക്കുക തന്നെ വേണം. ഒപ്പം സൈന്യശേഷിയും വർദ്ധിപ്പിക്കണം. നിലവിൽ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാജാവ് എന്ന അനുകൂല ഘടകം ദുര്യോധനനുണ്ട്. ധനുർവേദ നിപുണരായ രാജാക്കന്മാരിൽ ഭൂരിപക്ഷവും ദുര്യോധന പക്ഷത്തുമായിരിക്കും. അതുകൊണ്ട് ആയുധ മികവിലും ശാസ്ത്രവിദ്യയിലും മുന്നേറണം. അതിനാവശ്യമായ രഹസ്യവിദ്യ വ്യാസൻ നൽകിയിട്ടുണ്ടെന്നും അർജുനനോട് യുധിഷ്ഠിരൻ പറഞ്ഞു. അതുപ്രകാരം ശത്രുക്കളെ വെല്ലുന്നതിനുള്ള ആയുധം സംഭരിക്കുന്നതിനായി ഏകാഗ്രചിന്തനും യോഗിയുമായി മന്ത്രസിദ്ധി വരുത്തി ഉഗ്രമായ തപസ്സോടെ ദേവപ്രീതി നേടാൻ അർജുനൻ തീരുമാനിച്ചു. എല്ലാ ദിവ്യാസ്ത്രങ്ങളുടെയും സൂക്ഷിപ്പുകാരൻ മഹേന്ദ്രനാണ്. ദേവതകൾ അദ്ദേഹത്തെയാണ് അതെല്ലാം ഏൽപ്പിച്ചിരിക്കുന്നത്. കയ്യിൽ ഗാന്ധീവം, തോളിൽ അമ്പുഴിയാത്ത ആവനാഴി, മാറിൽ പടച്ചട്ട എന്നിവയെല്ലാം ധരിച്ച് ധാർത്തരാഷ്ട്രവധം മാത്രം ആലോചിച്ച് ഹിമാലയത്തെ ലക്ഷ്യമാക്കി നീങ്ങാൻ അർജുനൻ ഒരുങ്ങി നിന്നു. അർജുനനെ നിശ്ചയദാർഢ്യത്തോടെ നോക്കി കൃഷ്ണൻ പറഞ്ഞു, നാം ആരും ഇനിയൊരിക്കലും ക്ഷത്രിയരായി ജനിക്കാതിരിക്കട്ടെ. പാണ്ഡവരുടെ ജീവിതവും മരണവും ഐശ്വര്യവും രാജ്യവും ഭവാനിലാണ്. ഭവാന്റെ ജനന സമയം കുന്തിദേവിക്കുണ്ടായിരുന്ന ഇച്ഛ ഭവാൻ നിറവേറ്റുക. ഭവാന്റെ വേർപാട് ദുഃഖകരം, പക്ഷേ നിവൃത്തിയില്ല. വിജയം നേടി തിരിച്ചു വരിക. ഈ യാത്രാമൊഴി കേട്ട് അർജുനൻ യാത്ര തിരിച്ചു. അർജുനൻ്റെ യാത്രയ്ക്ക് ഭൂതങ്ങൾ വഴിമാറിക്കൊടുത്തു. ആദ്യ ലക്ഷ്യം ദേവേന്ദ്രനെ കാണലായിരുന്നു. ഹിമവാനിലെ ഗന്ധമാദന പർവ്വതം കടന്ന് ഇന്ദ്രനീലത്തിലെത്തി. അവിടെ ജടാധാരിയും കൃശനുമായ ഒരു താപസിയെ കണ്ടു. ക്രോധവും ഹർഷവും വെടിഞ്ഞ് വേദഘോഷണം നടത്തുന്ന മഹാബ്രാഹ്മണരുടെ ആവാസഭൂമിയാണത്. അവർ ശാന്തരായ തപസ്വികളാണ്. അവിടെ യുദ്ധമില്ല. അതുകൊണ്ട് ആയുധം അപ്രസക്തമാണ്. ആയുധം താഴെ വെക്കുക. അന്യർക്ക് അലഭ്യമായ ഈ പരമപദത്തെ ഇപ്പോൾ തന്നെ ഭവാൻ പ്രാപിച്ചിരിക്കുന്നു. ഇനി എന്തിനാണ് ആയുധം? ആ താപസൻ ചോദിച്ചു. താപസവേഷത്തിലെത്തിയ ഇന്ദ്രൻ തൻ്റെ മകൻ കൂടിയായ പാർത്ഥൻ്റെ സ്ഥൈര്യം പരീക്ഷിക്കുകയായിരുന്നു. താപസവേഷം വെടിഞ്ഞ ഇന്ദ്രൻ ചോദിച്ചു, സർവകാമലഭ്യമായ പുണ്യലോകമാണിത്. അത് നേടിയതിന് ശേഷവും എന്തിനാണ് ആയുധങ്ങൾ തേടുന്നത്? അപ്പോഴാണ് കാമലോഭങ്ങൾക്കൊന്നും തൻ്റെ മനസ്സിനെ ചലിപ്പിക്കാനാകില്ലെന്നും ദിവ്യമായ ഐശ്വര്യങ്ങൾ സമ്പൂർണമായി ലഭിച്ചാലും കാട്ടിൽ കഴിയുന്ന തൻ്റെ സഹോദരങ്ങളെ ഉപേക്ഷിക്കില്ലെന്നും ശത്രുക്കളായ കൗരവരോട് പക വീട്ടാതിരിക്കില്ലെന്നും അർജുനൻ ഉറപ്പിച്ചു പറഞ്ഞത്. അർജുനൻ്റെ നിശ്ചയദാർഢ്യത്തിലും സ്വഭാവസ്ഥൈര്യത്തിലും മതിപ്പ് തോന്നിയ ഇന്ദ്രൻ ശിവനെ ഭജിക്കാനും ആയുധങ്ങൾ നേടാനും ഉപദേശിക്കുകയും ചെയ്തു. ശിവദർശനത്തിനും ശിവപ്രീതിക്കുമായി ഘോര തപം ചെയ്യാൻ ഇന്ദ്രൻ തൻ്റെ മകനെ ഉപദേശിച്ചു. അങ്ങനെയാണ് ഹിമശൈല ദുർഗങ്ങൾ താണ്ടി വനദുർഗങ്ങൾ കയറി ഹിമവൽ കൊടുമുടിക്കരികെ മരത്തോലുടുത്ത് യോഗദണ്ഡേന്തി മാന്തോലും ധരിച്ച് കൊഴിഞ്ഞു വീഴുന്ന ഇലകൾ മാത്രം ഭക്ഷിച്ച് അർജുനൻ തപസ് ആരംഭിച്ചത്.
അങ്ങനെ 3-ാം മാസം കഴിഞ്ഞപ്പോൾ 14 ദിവസത്തിലൊരിക്കൽ മാത്രമായി ആഹാരം. പിന്നെ വായു മാത്രം ഭക്ഷിച്ച് ഒറ്റക്കാൽ വിരലൂന്നി കൈകൾ ഉയർത്തി ഏകാഗ്രചിത്തനായി അർജുനൻ ഉഗ്രതപസ്സിൽ മുഴുകി. തപസ്സിൻ്റെ കാഠിന്യം ഹിമാലയ സാനുക്കളിലെ ഋഷികുലത്തെ ആകെ തപിപ്പിച്ചു. ഋഷിമാർ പരമശിവനെ സമീപിച്ചു. വിജയൻ്റെ തപസ്സിനെക്കുറിച്ച് പറയുകയും കാരണം ആരായുകയും ചെയ്തു. സ്വർഗം, ഐശ്വര്യം, ആയുസ് ഇതിനൊന്നും വേണ്ടിയല്ല പാർത്ഥൻ്റെ തപസ്. തപസ്സിൻ്റെ ലക്ഷ്യം എന്ത് എന്ന് തനിക്കറിയാം. താനത് സാധിച്ചു കൊടുക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞ് ഋഷികുലത്തെ ശിവൻ സമാശ്വസിപ്പിച്ചു. അർജുനൻ ഉഗ്രമായ തപസ്സു ചെയ്തത് ആയുധം സംഭരിക്കാനാണ്. സ്വർഗം, ഐശ്വര്യം, ആയുസ്, ആയുധം ഇവ സംഭരിക്കുന്നതിന് വേണ്ടിയുള്ള തപസ് ഉത്തമമല്ല. ലോകഭോഗ സംഭരണം തന്നെയാണ് ആ തപസ്സിൻ്റെ ലക്ഷ്യം. മോക്ഷപ്രാപ്തിക്കു വേണ്ടി ഉപയുക്തമാക്കേണ്ട യോഗവിദ്യയെ കാമസാഫല്യത്തിനായി ഉപയോഗിക്കുന്നതിനെയാണ് അധമ ലക്ഷ്യത്തോടെയുള്ള തപസ് എന്ന് പറയുന്നത്. സ്വർഗം ഫലഭൂമിയാണ്, കർമ്മഭൂമിയല്ല. സ്വർഗവാസ സുഖകാലം കഴിഞ്ഞാൽ കർമ്മഭൂമിയിൽ തിരികെ എത്തി വീണ്ടും കഠിനമായി യത്നിക്കണം. അതുകൊണ്ട് വിവേകശാലികളായ മുമുക്ഷുക്കൾ സ്വർഗവാസത്തിനായി തപം ചെയ്യില്ല. ഐശ്വര്യത്തിനും ആയുസ്സിനുമായി ചെയ്യുന്ന തപസ്സിനെക്കുറിച്ച് വിശേഷിച്ച് പറയാനുമില്ല. അർജുനൻ്റെ തപസ്സാകട്ടെ ശത്രു സംഹാരത്തിനു വേണ്ടിയുള്ള ആയുധം സംഭരിക്കുന്നതിനു വേണ്ടിയുമാണ്. തപസ്സിൻ്റെ ലക്ഷ്യം അധമമാണെങ്കിലും തപസ് ശൂന്യമല്ല. അതുകൊണ്ട് ശിവൻ അർജുനൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ശിവൻ കിരാതവേഷത്തിലാണ് അർജുനൻ്റെ മുന്നിലെത്തിയത്. ഇതിനിടയിൽ മൂകൻ എന്നു പേരായ അസുരൻ അർജുനനെ കൊല്ലുന്നതിനായി പന്നിയുടെ വേഷത്തിൽ അവിടെ എത്തി. ഒരു ദ്രോഹവും ചെയ്യാത്ത തന്നെ കൊല്ലാൻ തീരുമാനിച്ച പന്നിയെ കൊല്ലാൻ അർജുനനും തീരുമാനിച്ചു. അകാരണമായി തന്നെ കൊല്ലാൻ പന്നി തീരുമാനിച്ചതുകൊണ്ട് താൻ കൊല്ലപ്പെടുന്നതിന് മുൻപേ പന്നിയെ കൊല്ലുന്നതാണ് ഉത്തമം എന്ന യുക്തിയും പറഞ്ഞ് അർജുനൻ അവനെ ലക്ഷ്യമാക്കി അസ്ത്രമയക്കാൻ തയ്യാറായി നിന്നു. ഈ സമയം ആ പന്നി തൻ്റെ വേട്ടമൃഗമാണെന്നും താനാണ് ആദ്യം ഉന്നം വെച്ചതെന്നും അതുകൊണ്ട് അർജുനൻ്റെ അസ്ത്രത്തെ പിൻവലിക്കണമെന്നും കിരാതൻ പറഞ്ഞു. പക്ഷേ അത് ശ്രദ്ധിക്കാതെ സവ്യസാചി അസ്ത്രമേതു. ഒപ്പം കിരാതനും അസ്ത്രമേതതുകൊണ്ട് 2 അസ്ത്രവും ഒരേ സമയം പന്നിയിലേറ്റു. നായാട്ടിനും നടപടിക്രമവും ചട്ടവുമുണ്ട്. അതുപ്രകാരം ആദ്യം ഉന്നം വെക്കുന്നവനാണ് വേട്ടമൃഗത്തിൻ്റെ അവകാശി. അവൻ്റെ ശരമേറ്റ് കൊല്ലപ്പെടുക എന്നതാണ് വേട്ടമൃഗത്തിൻ്റെ വിധി. താൻ ഉന്നം വെച്ച മൃഗത്തിൽ കിരാതൻ അസ്ത്രമേതത് നായാട്ട് ലംഘനമാണെന്നും ഇത് താൻ പൊറുക്കില്ല എന്നും താൻ കിരാതനെ കൊല്ലുമെന്നും അർജുനൻ പറഞ്ഞു. ശത്രു സംഹാര നിപുണനായ താനാണ് പന്നിയെ കൊന്നതെന്ന് അർജുനനും അതല്ല തൻ്റെ അസ്ത്രമേറ്റാണ് പന്നി ചത്തതെന്ന് കിരാതനും അവകാശപ്പെട്ടു. അവകാശവാദം വാക്തർക്കമായി. തർക്കത്തിൽ രണ്ടുപേരും പരസ്പരം വെല്ലുവിളിച്ചു. അർജുനൻ കിരാതനെതിരെ ആദ്യം ശരം വിട്ടു. പക്ഷെ കിരാതൻ കുലുങ്ങിയില്ല. സവ്യസാചിയുടെ ഗാന്ധീവത്തിൽ നിന്നും പറന്ന അസ്ത്രങ്ങളെയെല്ലാം കിരാതൻ അനായാസമായി സംഹരിച്ചു. അർജുനൻ കൂടുതൽ കുപിതനായി അസ്ത്രമേതു. അതും കിരാതൻ സംഹരിച്ചപ്പോൾ അത്ഭുതം പൂണ്ട അർജുനൻ വില്ലുകൊണ്ട് കിരാതനെ അടിച്ചു കൊല്ലാൻ ശ്രമിച്ചു. അടിക്കാൻ ഓങ്ങിയ വില്ല് കിരാതൻ പിടിച്ചെടുത്തു. ഉടൻ അർജുനൻ വാളെടുത്ത് വീശിയപ്പോൾ വാൾ തകർന്നു. ഒടുവിൽ മുഷ്ടിയുദ്ധമായി. അതിലും പരാജയപ്പെട്ട അർജുനൻ അബോധനായി വീണു. ബോധം തെളിഞ്ഞപ്പോൾ ശിവപൂജ നടത്തി. ശിവനിൽ അർപ്പിച്ച പൂക്കളെല്ലാം കിരാതനിൽ പതിച്ചപ്പോഴാണ് കിരാതൻ ശിവനാണെന്ന് അർജുനൻ തിരിച്ചറിഞ്ഞത്. അർജുനൻ്റെ കർമ്മബലത്തിലും ശൗര്യത്തിലും സ്ഥൈര്യത്തിലും ശിവൻ സംപ്രീതനായി. നീലകണ്ഠനും ജടാധരനുമായ കപർദിയെ അർജുനൻ മനമലർക്കൊണ്ട് പൂജിച്ചു. തൻ്റെ അപരാധങ്ങളെ പൊറുക്കണമെന്ന് പ്രാർത്ഥിച്ചു. അറിവില്ലാതെ ചെയ്ത സാഹസങ്ങൾ മാപ്പാക്കണമെന്ന് അപേക്ഷിച്ചു. സന്തോഷം പൂണ്ട രുദ്രൻ താൻ എല്ലാം ക്ഷമിച്ചുവെന്നും അർജുനൻ്റെ കഴിവിൽ സംതൃപ്തനാണെന്നും പറഞ്ഞു. ഗാണ്ഡീവവും അമ്പൊടുങ്ങാത്ത ആവനാഴിയും തിരിച്ചു നൽകി. സംപ്രീതനായ ശിവൻ വരം വരിക്കാൻ അർജുനനെ അനുവദിക്കുകയും ചെയ്തു. അപ്പോഴാണ് ദിവ്യവും ഘോരവുമായ പാശുപതാസ്ത്രം തനിക്ക് തന്നാലുമെന്ന് അർജുനൻ പ്രാർത്ഥിച്ചത്. യുഗാന്തകാലത്ത് സർവ്വലോകത്തെയും സംഹരിക്കുന്ന ബ്രഹ്മശിരസാണ് പാശുപതം. ഭീഷ്മർ, ദ്രോണർ, കൃപർ, കർണൻ എന്നിവരുമായി യുദ്ധം ചെയ്യേണ്ടി വരുമ്പോൾ ശിവപ്രഭാവത്താൽ അവരെ ജയിക്കാൻ ഈ പാശുപതം വേണമെന്നും അർജുനൻ വിശദീകരിച്ചു. ശിവപ്രിയമായ പാശുപതാസ്ത്രം സസന്തോഷം ശിവൻ അർജുനന് നൽകി. സായുധരല്ലാത്തവരിലും അശക്തരിലും പാശുപതം പ്രയോഗിക്കരുതെന്നും അങ്ങനെ പ്രയോഗിച്ചാൽ ലോകം മുടിയുമെന്നും മുന്നറിയിപ്പ് നൽകി. നോട്ടം, മനസ്സ്, വാക്ക് ഇവ കൊണ്ടെല്ലാം അസ്ത്രം പ്രയോഗിക്കാനും കഴിയും. മഹാദേവനിൽ നിന്നും പാശുപതം നേടി വിജയശ്രീ ലാളിതനായി നിൽക്കുന്ന വിജയന്റെ മുൻപിൽ വരുണൻ, കുബേരൻ, യമൻ എന്നിവരും പ്രത്യക്ഷപ്പെട്ടു. ഒപ്പം തൻ്റെ പുത്രന്റെ മികവിൽ ഹർഷപുളകിതനായി ദേവേന്ദ്രനും എത്തിച്ചേർന്നു. ഇവരിൽ 4 പേരും ലോകപാലകരാണ്. അവരുടെ പ്രഭാവത്തിലാണ് ലോകം നിലനിൽക്കുന്നത്.
ആദ്യം യമനാണ് അർജുനനെ അനുഗ്രഹിച്ചത്. തേജസ്സുള്ള ക്ഷത്രിയരെ മുഴുവൻ ഫൽഗുനൻ ജയിക്കുമെന്ന് ആമുഖമായി പറഞ്ഞുകൊണ്ട് സൂര്യപുത്രനായ കർണനെ അർജുനൻ വധിക്കുമെന്നും പറഞ്ഞു. ലോകത്തിൽ അക്ഷയമായ കീർത്തി അർജുനനുണ്ടാകുമെന്ന് വരം കൊടുത്തതിന് ശേഷം ആർക്കും തടുക്കാൻ സാധ്യമല്ലാത്ത ദണ്ഡ് അർജുനന് സമ്മാനിക്കുകയും ചെയ്തു. മഹത്തായ കർമ്മം യമദണ്ഡുകൊണ്ട് നിർവഹിക്കാനുള്ള അനുജ്ഞ വാങ്ങിയതിനോടൊപ്പം വിധിപ്രകാരം ആ ആയുധം പ്രയോഗിക്കുവാനും പിൻവലിക്കുവാനുമുള്ള വിദ്യ അർജുനൻ ഗ്രഹിക്കുകയും ചെയ്തു. ജലാധിപനായ വരുണൻ പാർത്ഥനിൽ സംപ്രീതനായി. വരുണൻ തൻ്റെ വാരണപാശം എന്ന ആയുധത്തെ മന്ത്രസിദ്ധിയോടുകൂടി അർജുനന് നൽകി. ഈ ആയുധം കയ്യിലിരിക്കുവോളം യമനു പോലും അർജുനനുമേൽ വിജയം നേടാനാകില്ല. തൻ്റെ ഈ ആയുധം കൊണ്ട് അടർക്കളത്തിലിറങ്ങുന്ന ക്ഷത്രിയരെ മുഴുവൻ നിശേഷം നശിപ്പിക്കുവാനുള്ള ശക്തി അർജുനൻ നേടി. യമനും വരുണനും ദിവ്യമായ അസ്ത്രങ്ങൾ പാർത്ഥന് സമ്മാനിച്ചു കഴിഞ്ഞപ്പോൾ ധനാധിപനായ കുബേരൻ അന്തർധാനമെന്ന അസ്ത്രം സമ്മാനിച്ചു. ദുർജയരായ അമർത്യരെ പോലും ജയിക്കാൻ കഴിയുന്ന ഈ അസ്ത്രത്തെ കൊണ്ട് വിജയന് ധാർത്ത രാഷ്ട്ര സൈന്യത്തെ മുച്ചൂടും മുടിക്കാൻ കഴിയുമെന്ന വരവും കുബേരൻ നൽകി. മഹാദേവനായ ശങ്കരൻ ത്രിപുരന്മാരെ വധിച്ചത് ആ അസ്ത്രം കൊണ്ടാണെന്ന് വിശദീകരിക്കുകയും ചെയ്തു. അവസാനത്തെ ഊഴം ദേവേന്ദ്രൻ്റേതായിരുന്നു. തൻ്റെ പുത്രൻ്റെ മഹത്തായ വിജയത്തിൽ ആഹ്ലാദിച്ച ദേവേന്ദ്രൻ അർജുനൻ സ്വർഗവാസത്തിന് അർഹത നേടിയിരിക്കുന്നു എന്നറിയിച്ചു. ഒപ്പം മാതലിയെ അയക്കുകയും ചെയ്തു. സ്വർഗത്തിലെത്തിയതിന് ശേഷം ദിവ്യാസ്ത്രങ്ങൾ നൽകാമെന്ന വാഗ്ദാനവും കുന്തിപുത്രന് ദേവേന്ദ്രൻ നൽകി. ദേവന്മാരാൽ ആദരിക്കപ്പെടുകയും ദിവ്യാസ്ത്രങ്ങൾ ലഭിക്കുകയും ചെയ്തപ്പോൾ സമ്പൂർണ്ണ കാമസാഫല്യം ലഭിച്ച സന്തോഷം പാർത്ഥനുണ്ടായി. മാതലി തെളിച്ച രഥത്തിൽ സ്വർഗലോകത്തെത്തിയ അർജുനനെ ഇന്ദ്രൻ അർദ്ധാസനം നൽകി ആദരിച്ചു. അതായത് ഇന്ദ്രസഭയിൽ ഇന്ദ്രൻ്റെ ഇരിപ്പിടത്തിൽ തൻ്റെ മകനായ അർജുനനെയും ഇരുത്തിയെന്ന് സാരം. ഇന്ദ്രൻ്റെ ഇഷ്ടം മനസ്സിലാക്കിയ ദേവഗന്ധർവന്മാർ അർജുനൻ്റെ ഇഷ്ടം സാധിക്കാൻ കാത്തുനിന്നു. ദിവ്യമായ ആയുധങ്ങളിൽ പരിശീലനം നേടിയതിനൊപ്പം ശക്രനിൽ നിന്ന് വജ്രായുധ പ്രയോഗവും ഇടുത്തി പ്രയോഗവും പാർത്ഥൻ ഗ്രഹിച്ചു. അജയ്യമായ ഇച്ഛാശക്തി കൊണ്ടും ക്ഷാത്രവീര്യം കൊണ്ടും ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ അനുഗ്രഹം കൊണ്ടും സവ്യസാചി സദാ വിജയിയായിത്തീർന്നു.